ബഡ്ജറ്റ് ഒരു മെയിൻ ഘടകമാണല്ലോ. തീർച്ചയായും. അപ്പോൾ ഡിസൈനിങ്ങിന്റെ സ്റ്റേജ് വരുമ്പോൾ എങ്ങനെയായിരിക്കും ബഡ്ജറ്റിന്റെ ഒരു ഇമ്പാക്ട്? ഇത് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഫേമിൽ ഈ ഒരു എമൗണ്ടിലാണല്ലോ, അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു എമൗണ്ടിൽ അത് ചെയ്യാൻ പറ്റുന്നു? ഈ ഒരു ഫേമിൽ ഈ ഒരു പ്രൈസ് ആണല്ലോ കമ്പാരിസൺ. സോ ഡിസൈനിങ് ബേസിക്കലി പറയുന്ന പോലെ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ പ്രൊഡക്റ്റ്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രിയേറ്റീവ് പാർട്ട്. ഓക്കെ, സോ അതിന് കോസ്റ്റ് മാത്രമല്ല, അതിൻ്റെ ഒരു വാല്യൂ അഡീഷൻ കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആ ഫേമിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച്, ആ ഫേം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അനുസരിച്ച് അതിന് ഡെഫിനറ്റ്ലി കോസ്റ്റ് ഇതാണ്. നമുക്കത് ഏത് ലെവലിലോട്ട് വേണമെങ്കിലും മുകളിലോട്ട് വെക്കാം, താഴോട്ട് വെക്കാം. അത് ആ ഒരു ഫേമിൻ്റെ ഡിസിപ്ലിനും ആ ഫേമിൻ്റെ സർവീസിനെയും പ്യുവർലി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതൊരു കോസ്റ്റ്. ആ കോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്ലയൻസിന് തീർച്ചയായിട്ടും സർവീസ് എടുക്കാം. ഓക്കെ, കാരണം ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കമ്പയർ ചെയ്തിട്ട് ഒരു ബാർഗൈനിങ് പ്രോസസ്സിലോട്ട് പോയിട്ട് യാതൊരു കാര്യവും അവിടെ സംഭവിക്കുന്നില്ല. കാരണം സർവീസിന് വ്യത്യാസമുണ്ട്. ഒരു ലൈൻ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം, കേർവ് ആയിട്ട് വരയ്ക്കാം, സ്പൈറലായിട്ട് വരയ്ക്കാം. അത് എങ്ങനെ വരയ്ക്കണം, ഏത് രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ അവിടെ ഭംഗി കിട്ടും. സോ എന്താണ് ആ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിൽ ഏതൊരു പാറ്റേണിലോട്ട് കൊണ്ടുപോകണം. സോ ഇത് ഏറ്റവും നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആൾ തീർച്ചയായിട്ടും ദേ വിൽ ചാർജ്. ഓക്കെ, സോ പിന്നെ ആ ചാർജ് ചെയ്യുന്നത് അവരുടെ ഒരു സർവീസിനെ ആ കമ്പനിയുടെ ഡിസിപ്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഫേമിൻ്റെ സർവീസിനെ ബേസ് ചെയ്ത പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചില ഫേംസ് ഒരു തവണയായിരിക്കും റിവിഷൻ തരിക, 2 തവണയായിരിക്കും റിവിഷൻ തരിക. ചില ഫേംസ് ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ വരെ തരും. ഓക്കെ, ഡിപ്പെൻസ്. അതിപ്പോൾ ഒരു ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു 10 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് 50 റുപ്പീസിൻ്റെ വാല്യൂ അതിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ഇത് റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫേമിന് അതിനനുസരിച്ചുള്ള ടൈമും കോസ്റ്റും സ്പെൻഡ് ആയിട്ട് ഒരു ടൈമാണ്, ഒരു ക്രിയേറ്റീവ് മൈൻഡാണത്. ഓക്കെ, അതിനൊരു എഫേർട്ട് ഉണ്ട്, അതെല്ലാം ചാർജ് ചെയ്യും. അത് മീൻസ് ആ ചാർജ് ബെയർ ചെയ്യുന്ന ക്ലയൻസ് തീർച്ചയായിട്ടും സർവീസ് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, കാരണം അത് ഡിപ്പെൻഡൻ്റ് ആണ്, നമുക്കതൊരു ഡിബേറ്റബിൾ ടോക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കറക്റ്റ് ഇൻപുട്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഇത് പറയാത്തത്. കാരണം ഓരോ കമ്പനിക്ക് അതിൻ്റെതായ ഒരു പോളിസീസും കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും അവർക്കത് ഫോളോ ചെയ്യേണ്ടി വരും. സോ അപ്പോൾ ആ ഒരു ചാർജ് അവർ ചാർജ് ചെയ്യും. അപ്പോൾ അത് ആദ്യമേ തന്നെ പറഞ്ഞത് ക്ലിയർ ചെയ്യുക. അത് നമുക്ക് ആ ഒരു ഫിഗർ അക്സെപ്റ്റബിൾ ആണെങ്കിൽ നമ്മളത് മുന്നോട്ട് പോവുക. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമുക്ക് കറക്റ്റ് ഒരു ആൻസർ കിട്ടില്ല. അതെ, കാര്യം പലർക്കും പല സർവീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, പല കാര്യങ്ങളായിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതെ, അപ്പം അതിലും വ്യത്യാസം ഉണ്ടാവും. കമ്പയർ ചെയ്യുന്നൊരു ഈ കോസ്റ്റ് മാത്രമായിരിക്കും കമ്പയർ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ മാക്സിമം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർമെന്റ് കറക്റ്റ് ആയിട്ട് ആ ഫേം മാപ്പ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളത്. അതാണ് നമുക്ക് വേണ്ടത്. എന്തോ അവർ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മെഡിക്കൽ ഫീൽഡിൽ പറഞ്ഞ പോലെ ഓരോ ഹോസ്പിറ്റലിലും ഓരോ റേറ്റ് ആയിരിക്കും. നമ്മുടെ ഇതാണ് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ മോശം എന്നല്ല, ആ ഹോസ്പിറ്റലിൽ തരുന്ന ഫെസിലിറ്റി അനുസരിച്ചായിരിക്കും സർവീസും വ്യത്യാസം കാണും. നമ്മൾ സെയിം അതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഫുഡ് അവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ആ ഫുഡ് പല ഹോട്ടൽസിന് പല റേറ്റ് ആണ്. കാരണം എന്താ, സർവീസസ് വ്യത്യാസം. അതാണ് അതിന്റെ ഒരു ബേസ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, സോ എന്നാൽ മാത്രമേ അത് ആ ഒരു രീതിയിൽ നമുക്കത് കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ സാർ, അപ്പോൾ ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് റിവിഷന്റെ കാര്യം പറഞ്ഞല്ലോ, അതെങ്ങനെയായിരിക്കും ആ ഒരു റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്? അതെങ്ങനെയായിരിക്കും?